ഫുട്ബോൾ ലൈഫ് ടിവിയിലേക്ക് എല്ലാ ഫുട്ബോൾ ആരാധകർക്കും സ്വാഗതം. അർജന്റീനയ്ക്ക് സന്തോഷമായിട്ടുണ്ടാകും. ഒരിടവേളയ്ക്ക് ശേഷം ആദ്യമായി അവർക്ക് ബ്രസീലിനെ 1 ഗോളിന് തോൽപ്പിക്കുവാനായി. റിയാദിലെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. രണ്ടു ടീമുകൾ തമ്മിൽ നിലവാരത്തിൻ്റെ കാര്യത്തിൽ വലിയ അന്തരം തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് ഇന്നലത്തെ മത്സരം വീക്ഷിച്ചവർ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ബ്രസീൽ വളരെ ഉയരത്തിൽ തന്നെ നിൽക്കുന്നു. അർജന്റീനയ്ക്ക് അത്രത്തോളം എത്താനായില്ല. കളിയിലും അതുതന്നെ നാം കണ്ടു. പക്ഷേ 1 ഗോളിന് വിജയം അർജന്റീനയ്ക്കായിരുന്നു. ഇത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷപ്രദമായ കാര്യമാണ്. ഒപ്പം അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. കഴിഞ്ഞ 3-4 വർഷമായി മെസ്സിയുടെ കരുത്തിൽ മാത്രം തൂങ്ങി നിൽക്കുന്നൊരു ടീമാണ് അർജന്റീന. മെസ്സിയുടെ നിലവാരത്തിൽ എന്നല്ല, അദ്ദേഹത്തിൻ്റെ പകുതി നിലവാരത്തിലുള്ള കളിക്കാരെ പോലും അവർക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സൃഷ്ടിക്കുവാനാകുന്നില്ല. ലീഗ് മത്സരങ്ങളിലെ പോരായ്മയും ക്യാമ്പുകളുടെ പോരായ്മയും പ്രധാനപ്പെട്ട ടീമുകളുടെ ഗ്രാസ് റൂട്ടിലെ അശ്രദ്ധയും ഒക്കെ ചേർന്ന് അർജന്റീന ഫുട്ബോളിനെ ഏറെക്കുറെ തകർത്ത് എറിഞ്ഞിരിക്കുന്ന സന്ദർഭമാണിത്. ഈ സന്ദർഭത്തിലാണ് ബ്രസീലിനെ അവർക്ക് പരാജയപ്പെടുത്തുവാൻ സാധിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് അർജന്റീനയിലെ ഫുട്ബോൾ ആരാധകർക്ക് കൂടുതൽ ആവേശം നൽകും. എന്നാൽ മത്സരത്തെ സൂക്ഷ്മമായി വീക്ഷിച്ചാൽ അത്രയൊന്നും മെച്ചം അർജന്റീന ഫുട്ബോൾ നേടിയിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 13-ാം മിനിറ്റിൽ അനുവദിക്കപ്പെട്ട ഒരു പെനാൽറ്റിയാണ് അർജന്റീനയെ കളിയിൽ രക്ഷിച്ചത് എന്ന് പറയാം. ആ പെനാൽറ്റിയാകട്ടെ ബ്രസീലിയൻ ഗോൾ കീപ്പർ അലിസൺ തട്ടി അകറ്റുകയും ചെയ്തു. റീബൗണ്ടാണ് മെസ്സി വീണ്ടും വലയ്ക്കുള്ളിലെത്തിച്ചത്. എന്നാൽ അതിനു മുമ്പ് 8-ാം മിനിറ്റിൽ ബ്രസീലിനൊരു പെനാൽറ്റി ലഭിച്ചിരുന്നു. ഗബ്രിയേൽ ജീസസ് അത് പുറത്തേക്കടിച്ച് പാഴാക്കുകയായിരുന്നു. അത് ഗോളായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ റിസൾട്ട് ഉണ്ടാകുമായിരുന്നില്ല എന്ന് കളി കണ്ടവർക്ക് നന്നായിട്ട് അറിയാം. ഒരു കാര്യം ഉറപ്പിച്ചു തന്നെ പറയണം, അതൊരു സൗഹൃദ മത്സരമായിരുന്നു. എങ്കിലും സൗഹൃദ മത്സരത്തിൻ്റെ ചേലൊന്നും മത്സരത്തിൽ നാം കണ്ടില്ല. വാശിയോടെ തന്നെയാണ് സൗത്ത് അമേരിക്കയിലെ ഈ 2 ടീമുകളും ഏറ്റുമുട്ടിയതും. മെസ്സി 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ദേശീയ ടീമിലേക്ക് തിരിച്ചു വന്നത്. അത് തീർച്ചയായിട്ടും ഒരു ഗോളിലൂടെ അദ്ദേഹത്തിന് ആഘോഷിക്കുവാനായി. ഒരു കാര്യം മെസ്സിയുടെ ആരാധകരോട് എടുത്തു പറയാനുണ്ട്. മെസ്സിക്ക് തീർച്ചയായിട്ടും അർജന്റീനയ്ക്ക് വേണ്ടി ഒരു ലോകകപ്പ് നേടിക്കൊടുക്കുവാൻ കഴിയില്ല എന്നതിൻ്റെ നല്ല സൂചനകൾ അല്ലെങ്കിൽ മോശപ്പെട്ട സൂചനകൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടു. അർജന്റീന ഫുട്ബോളിന് പുതിയ ഊർജം ലഭിക്കുകയും പുതിയ താരങ്ങൾ ധാരാളമായി വരികയും ചെയ്തല്ലാതെ ലോക ഫുട്ബോളിൽ ഇനി അത്ര പെട്ടെന്നൊരു മേൽവിലാസം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുകയില്ല. ബ്രസീലിനെ സംബന്ധിച്ച് പ്രതിഭയുടെ ധാരാളിത്തം തന്നെയാണ് അവരുടെ ഇപ്പോഴത്തെയും വിഷയം. ധാരാളം കളിക്കാർ, ബെഞ്ചിൽ തന്നെ മറ്റൊരു 11 ഇറക്കുവാൻ വേണ്ട കോപ്പ് അവർക്കുണ്ട്. ആരെ കളത്തിലിറക്കണം എന്ന കൺഫ്യൂഷനാണ് ഇപ്പോഴും പരിശീലകർക്കുള്ളത്. അതിൻ്റെ ആലസ്യം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ മത്സരത്തിൽ അർജന്റീനയോട് 1 ഗോളിന് പരാജയപ്പെടേണ്ടി വന്നത്. പെനാൽറ്റിയായി മാറിയ ആ ഫൗൾ കിക്ക് ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകുകയും ചെയ്യും. അത്ര അത്യാവശ്യമായിരുന്നില്ല ആ ഫൗൾ. അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആലസ്യമായിരുന്നു ആ ഫൗളിന് കാരണം. ബ്രസീൽ ഫുട്ബോളിനെ കുറച്ചു കാലമായിട്ട് ബാധിച്ചിരിക്കുന്ന ഒരു രോഗത്തിൻ്റെ ലക്ഷണമായിട്ട് കൂടി നമുക്കതിനെ കാണേണ്ടി വരും. പ്രതിഭകൾ ധാരാളമാകുമ്പോൾ ആലസ്യം സ്വാഭാവികമാണ്. ഈ ആലസ്യം അവരെ ഒരുപക്ഷെ ലോക ഫുട്ബോളിൽ വീണ്ടും തളർത്തിയേക്കാം. അത് അവർ മനസ്സിലാക്കുമെന്ന് ആശ്വസിക്കാം. എന്തായാലും ഒരു കാര്യം എടുത്തു പറയുക തന്നെ വേണം, ബ്രസീലിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്നത് അർജന്റീന ഫുട്ബോളിൻ്റെ ആത്മവിശ്വാസത്തെ വളരെയേറെ ഉയർത്തുവെന്ന കാര്യത്തിൽ സംശയമില്ല. വിശേഷിച്ച് മെസ്സി ഗോൾ നേടുകയും കൂടി ചെയ്തതോടെ.